ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മൾ അമ്പലത്തിൽ നിന്ന് വെക്കുന്ന പൂവാട്ടോ. അപ്പം ഞാൻ ഇവിടെ കിടന്നപ്പോൾ ഇവിടെ കിടക്കയിൽ വീണ്. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ സുഖമാണെന്ന് നമ്മൾ ദൈവത്തിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നു. അപ്പം എന്തൊക്കെയാ എല്ലാവരും കഥയൊക്കെ കേൾക്കുന്നുണ്ടോ? ഹാപ്പി ആയിട്ടിരിക്കില്ലേ? സന്തോഷമായിട്ട് ഇരിക്കുന്നില്ലേ? രണ്ടും ഒന്നാണെന്ന് എനിക്കറിയാം. പിന്നെ ചായയെല്ലാം കഴിച്ചോ? എല്ലാവരും പോയോ? ഫുഡൊക്കെ എടുത്തില്ലേ? ബാഗിൽ വെച്ചില്ലേ? ചോറൊക്കെ തിന്നണം കേട്ടോ, എല്ലാം തിന്നണം. വീട്ടിൽ വന്നാൽ മേലി കഴുകണം, പിന്നെ നന്നായി ചായ കഴിക്കണം. വീട്ടിൽ വന്നതും ഒന്ന് ചായയെല്ലാം കഴിച്ചിട്ട് പിന്നെ മേലി കഴുകിയിട്ട് പിന്നെ രാത്രിത്തെ ഭക്ഷണം കഴിച്ചതിന് ശേഷം കിടക്കുമ്പോൾ വെറുതെ നോക്കുമ്പോൾ എൻ്റെ വീഡിയോ ഒന്ന് എടുത്ത് നോക്കണേ. അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ടേക്ക് പോവാട്ടോ. നമ്മൾ ഇന്നലെ കുറച്ചല്ലേ പറഞ്ഞുള്ളൂ, 15 മിനിറ്റ് ആയില്ലേ അല്ലേ? അപ്പം ഇന്ന് നമ്മൾ 15 മിനിറ്റൊക്കെ കഴിയും കേട്ടോ. നമുക്ക് ഇന്ന് കത്ത് എഴുതലല്ലേ, അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് വായിച്ചു തരണ്ടേ? അതിനാണ് ഈ കണ്ണടയൊക്കെ വെച്ചത് കേട്ടോ. അപ്പോൾ നമുക്ക് കഥയിലോട്ട് പോവാം. എന്നെ കാണൂല, എനിക്ക് ഇതിലിട്ട് നോക്കുമ്പോൾ എഴുത്ത് നന്നായിട്ട് കാണും. അപ്പം നമുക്ക് കഥയിലോട്ട് പോവാം. നമ്മളെ നായിക എഴുതാൻ പോവാണ്. അപ്പം അവൾ എഴുതുകയാണ്. ആ വരി പറഞ്ഞു തരാം. ഒന്നും കൂടി. പ്രിയമുള്ള ഹരി, അത്രയേ ഉള്ളൂ കേട്ടോ. ഹഡിങ്. അന്ന് എന്നോട് ചോദിച്ചല്ലോ ഞാൻ വരണോ വേണോ എന്ന്. അന്ന് ഇടവയിൽ വെച്ച് ചോദിച്ചല്ലോ. ഇന്നലെ ഇനി തോന്നൂലേ പോകുകയാണ് അവള്, പിന്നെ വരൂലേ ചോദിച്ചപ്പോൾ വരണോ ചോദിച്ചല്ലോ. അതാണ് അവൾ എഴുതിയത് പോയിന്റ്. അന്ന് എനിക്ക് അതിന് പറയാൻ വാക്കുകളില്ലായിരുന്നു, പക്ഷെ ഇന്ന് ഞാൻ പറയട്ടെ. പക്ഷേ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഞാൻ വരാൻ പറഞ്ഞാൽ വരും, പക്ഷേ ഞാൻ പോകണ്ട എന്ന് പറഞ്ഞാൽ പോകാതിരുന്നൂടെ? ഇവിടെ നിന്ന് പോകാതിരുന്നൂടെ? അതാണ് നമ്മൾ ചോദിക്കണത്. എനിക്ക് സ്നേഹത്തോട് വെറുപ്പൊന്നുമില്ല. എനിക്ക് സ്നേഹം എന്ന് കേട്ടാൽ ഭയമാണ്. ഇപ്പോഴും എൻ്റെ മനസ്സ് പറയുന്നു വേണ്ട, ആരെയും സ്നേഹിക്കേണ്ടെന്ന്. പക്ഷേങ്കിലും ഒരു തിരുത്ത്. ലെറ്റർ വായിക്കുമ്പോൾ നമുക്ക് തിരുത്ത്. എന്താ വെച്ചാൽ ഇപ്പോഴും ഞാൻ പറയുന്നു സ്നേഹിക്കേണ്ട, ആരെയും സ്നേഹിക്കേണ്ട എന്ന്. പക്ഷേ എൻ്റെ മനസ്സ് പറയുന്നു ഞാൻ അരിയെ സ്നേഹിച്ചു പോയെന്ന്. തണ്ടട. ഇതിൽ കൂടുതലൊന്നും ഹരിക്ക് എന്നിൽ നിന്ന് അറിയാനില്ലല്ലോ. ഇത്രമാത്രം എന്ന് മഞ്ജു. കത്തവിടെ കഴിഞ്ഞ് 4 മടക്കാക്കി. കേക്ക് ഉണ്ടോ? ഇന്നലെ സൗണ്ട് കുറവാണ്. ഞാനിങ്ങനെ പറഞ്ഞ അടുത്തുള്ളൊരു കേക്കോ. ഈ വീഡിയോയ്ക്ക് എന്തേന്നറിയില്ല, സൗണ്ട് കുറവാണ്. അപ്പോൾ പിന്നെ അവൾ കത്ത് 4 മടക്കി അവളെ ബാഗിൽ കൊണ്ടുവച്ച് അന്നത്തെ ദിവസം അങ്ങനെ നീങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഉച്ചയ്ക്കാണ് അവൾ എഴുതിയ. വൈകുന്നേരമായി. ജിഷ വന്ന് പിന്നെ കളിയും ചിരിയൊക്കെ ആയി, സംസാരമൊക്കെ ആയി. പക്ഷെങ്കിലും ഇവളറിയാതെ പ്രതീക്ഷിക്കുന്ന ആൾ അപ്പോഴും വന്നില്ല നമുക്ക്. പിന്നെ ആ ഒരു വേവലാതി ഇതൊക്കെ ഉണ്ട്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് അന്നും ഇല്ല ആൾ, അന്നും വന്നില്ല. അപ്പോൾ അവൾക്ക് പിറ്റേന്നായപ്പോൾ അവൾ വിചാരിച്ച് പിന്നെ എന്നും രാവിലെ പല്ല് വയ്ക്കാൻ പോവുകയാണ്. പല്ല് വെച്ചാൽ 5 ദിവസമായി ആൾ വന്നില്ല. പിന്നെ പല്ല് തേച്ചിട്ട് പ്രതീക്ഷിക്കുമ്പോൾ ആൾ വരുന്നില്ല. അവൾ വിചാരിക്കും ഇങ്ങനെ വാക്കിങ്ങിന് എന്താ പോയിണ്ടാവും, രാത്രി വന്നിട്ട് പിന്നെ ആ വരുന്ന സമയം വരെ അവൾ അവിടെ ഇരിക്കും, പക്ഷെ ആരും ഉണ്ടാവില്ല. അങ്ങനെ അവൾ വിചാരിക്കും ഈ കത്ത് വേണ്ട. അവൾ പോയി കണ്ട് എന്ത് ചെയ്യും, ഒരു 11 മണിയൊക്കെ ആയപ്പോൾ ബാഗിൽ നിന്ന് ലെറ്റർ എടുത്ത് പിന്നെ കീറാമെന്ന് വിചാരിച്ച് അടുപ്പിലേക്ക് ഇട്ടേക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അതെടുക്കും. അതെടുത്ത് ഇങ്ങനെ തുറന്നപ്പോൾ ഒക്കെ ഇങ്ങനെ തുറന്നൊന്നുകൂടി വായിക്കും. തുറന്ന പഠനായിൽ ഒക്കെ ഒരു തെളിച്ചത്തോടെ അരീൻ്റെ മുഖം ആ ലെറ്ററിൽ അവൾ കാണും. അപ്പോഴേ അവളത് 4 മടക്കി പിന്നെ അതിൽ തന്നെ വെക്കും. അങ്ങനെയൊക്കെ ഒരു സ്വസ്ഥത കണ്ടുന്ന ഒരു ദിവസങ്ങളായിപ്പോയി ഈ 3-4 ദിവസം. 2 ദിവസം കുഴപ്പമില്ല, ഇനി 3-4 ദിവസം. അങ്ങനെ അന്ന് ജിഷ വന്ന് കോളേജ് വിട്ട് വന്ന് അവളോട് കുറച്ച് എഴുതി കൊടുക്കാനൊക്കെ പറയും. അവൾ കുറച്ചൊക്കെ എഴുതി. പിന്നെ അവൾക്കൊരു തലവേദന എന്നൊക്കെ പറയും. അങ്ങനെ അവൾ അറിയാൻ ഞാൻ മതി, ഞാനും നിർത്തി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവർ കിടക്കാൻ പോയി. ഭക്ഷണമൊക്കെ കഴിച്ച് കിടക്കാൻ പോയി.
കിടന്നിട്ട് ഉറക്കേ വരില്ല, അവൾക്ക് തീരെ ഉറക്കം കിട്ടില്ല, ഉറക്കുകളില്ലാത്ത രാത്രികളായിപ്പോയി. അപ്പോൾ ഉറക്കില്ല. ഞാൻ സൗണ്ടിൽ പറയാം. ഞാൻ ഇന്നും വിചാരിച്ചു എൻ്റെ വീഡിയോ കാണുമ്പോൾ സൗണ്ട് പറയണം. മെനയാത്ത വീഡിയോ ഭയങ്കരമായിട്ട് ക്ലാരിറ്റിയും കുറഞ്ഞ എല്ലാം എന്തൊക്കെയോ പാളിട്ട് പറ്റിയതാണ് എനിക്ക്. പിന്നെ വീഡിയോ ഒക്കെ നല്ലപോലെ എടുത്ത് പിന്നെ നമ്മൾ എഡിറ്റ് ചെയ്തപ്പോൾ എന്തോ ആയിപ്പോയതാണ് സംഭവം. അതാണ് അതിലും നല്ലത് നമ്മൾ എഡിറ്റ് ചെയ്യാണ്ട് വിട്ടാൽ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ 15 മിനിറ്റ് ഇപ്പം തന്നെ പോകും. അങ്ങനെ നമുക്ക് ഉറക്കം നിറഞ്ഞല്ലാണ്ട് ഇപ്പം എങ്ങനെ 12 മണിയും കഴിഞ്ഞ് പണ്ടത്തെ ക്ലോക്ക് ടിങ് 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 എന്നുള്ള ആ സൗണ്ടുള്ള ക്ലോക്കാണ്. 12 അടിച്ച് അങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും 1 മണിയുമായി. അപ്പോൾ വിചാരിച്ചു ഇനിയിപ്പോൾ ഉറക്കം എന്താ എനിക്ക് വരാത്ത, പിന്നെ ഉറക്കം വരാൻ വേണ്ടി പ്രാർത്ഥിക്കലായി. അപ്പം എൻ്റെ ഒരു ഇവളെ കണ്ണിൽ എന്താണോ കൺകോണിൽ ഉറക്കം ഇങ്ങനെ പുൽകി തലോടി അവളെ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്ന സമയത്ത് അവളെ ചെവിയിലൊരു ചെറിയൊരു ബൈക്കിൻ്റെ നേർത്ത സൗണ്ട് ഇങ്ങനെ വന്ന് പതിക്കണമായി തോന്നി. അപ്പടി അവൾ ഞാനിങ്ങനെ പ്രതീക്ഷിക്കുമ്പോൾ നമുക്ക് പല സൗണ്ടും തോന്നുകയാണോ? അപ്പോൾ ഇല്ല, നേർത്ത സൗണ്ട് അങ്ങനെ എടുത്തെടുത്ത് വരുന്നതായി തോന്നി. പിന്നെ ആ ലൈനിലേക്ക് ഇച്ചും എന്ന് പറഞ്ഞ് കയറ്റണ സൗണ്ടും കേട്ട്. അപ്പോൾ ആ ലൈനിൽ അവനല്ലാണ്ട് ബൈക്കില്ല. അപ്പോൾ അവൾക്ക് മനസ്സിലായി വന്നിക്കണേന്ന്. പിന്നെ അവൾക്ക് തീരെ ഉറക്കല്ലാണ്ടായി. പിന്നെ പൊല്ലാരാൻ നേരിട്ട് അവൾ ഉറങ്ങിപ്പോയി. പിന്നെ ഉണർന്ന് വേഗം ചെറിയച്ഛൻ്റെയൊക്കെ സംസാരമൊക്കെ ഇട്ട് ചെറിയച്ഛന് അന്ന് രാവിലെ പോകണം. അപ്പോൾ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് എന്തിത്തപ്പം ഞാൻ കളിക്കുന്നത് എൻ്റെ കൊപ്രാട്ടി. എനിക്ക് നല്ല പേടിയാണ്. എന്താ പറയുക, എൻ്റെ മോൻ വീഡിയോ കാണുന്നത് മറ്റുള്ളവർ കാണുന്നതല്ല, അവൻ കാണണതിനെ കൊണ്ട്. പിന്നെ അപ്പോൾ പിന്നെ ഇവളി അവിടെ അങ്ങനെ ഉണർന്നുകൊണ്ട് കിടന്ന് നീച്ച് ചെന്നാൽ ചെറിയമ്മ ഒരു പണിയെടുക്കാനൊന്നും ഓളെ സമ്മതിക്കില്ല. അപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ കിടന്ന് എന്താ വെച്ചാൽ പല്ല് തേക്കാൻ പോകുന്ന സമയം കറക്റ്റാക്കാൻ വിചാരിച്ചിട്ട് നേരത്തെ പോയി അവിടെ പോയി പല്ല് വെച്ചിരുന്നാൽ പിന്നെ കുറേ സമയം ഇരിക്കുമ്പോൾ ചെറിയമ്മ ഇരിക്കില്ല, ഇത്ര സമയം എന്നൊക്കെ വിചാരിക്കില്ല വിചാരിച്ചിട്ട് ഇവൻ വാക്കിങ്ങിനൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നടക്കാനും ഓടാനും ചാടാനൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സമയം നോക്കിയിട്ട് അവിടേക്ക് പോകാൻ വിചാരിച്ചൊക്കെ ഏകദേശം സമയമൊക്കെ അറിയാം. അങ്ങനെ അവൾ കുറച്ച് സമയമൊക്കെ ആയപ്പോൾ നീച്ച് കുറച്ച് നേരം അടുക്കളൊക്കെ തിരിഞ്ഞലിച്ച് പിന്നെ വേസ്റ്റൊക്കെ എടുത്ത് പല്ല് തേക്കാൻ വേണ്ടി നമ്മളെ എവിടെ പടിപ്പുരയിലേക്ക് വരും. അവിടെ ഇരുന്ന് പല്ല് തേച്ചും കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളാ ഹരികൃഷ്ണൻ ഉണ്ടാവും. ഇങ്ങനെ ഹരികൃഷ്ണൻ എന്നൊന്നുമില്ല, വേറെ ഹരി എന്നുള്ളൂ, ഞാൻ പറയാം കേട്ടോ. അതിന് സ്പീഡിൽ വരുന്നു. മൂപ്പര് രാവിലെ എണീച്ച് പോയി. ഈ പൊലച്ചക്ക് വന്നിട്ടാണെങ്കിൽ ഉറങ്ങിയിട്ടൊന്നുമില്ല. പിന്നെ മൂപ്പര് പറന്ന് വന്ന് ഇവളവിടെ ഇരിക്കുന്ന കണ്ടിട്ട് കാണാതെ പോയിട്ട് പിന്നെ ലൈനിലേക്ക് വണ്ടി കയറ്റി തൊപ്പിക്ക് അവിടെ വിരിച്ച് എന്നും ചെയ്യുന്ന പോലെ ഇങ്ങനെ ഇറയതെ പിടിച്ച് ചാടി ആടി ഇതൊക്കെ ആക്കിയിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞ പടന്നെ ഇവൾ നോക്കുന്നുണ്ടാവും. ഓൻ നോക്കിയപ്പോൾ അവൻ മെല്ലനെ ഇങ്ങനെ വിളിക്കും. അപ്പോൾ ഇങ്ങനെ നോക്കിക്കോ. ഭയങ്കര സങ്കടമായിപ്പോയല്ലോ 5 ദിവസമായിട്ട്. ഉണ്ടാകുമ്പോൾ ക്യാമയൊക്കെ കാട്ടിയതൊക്കെ കാട്ടണ്ടില്ലേനെന്നൊക്കെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇവൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കും. അപ്പോൾ ആരും ഇല്ലയെന്നുണ്ടെൻ്റെ ഷോള് ഇങ്ങോട്ട് വിളിച്ച് അങ്ങനെ ആക്കി ഇങ്ങോട്ട് അവൾ വേഗം പഠിപ്പരന്ന് നീച്ച് ഓടിപ്പോയിക്കാളും. അങ്ങനെ അവളന്ന് നല്ല ഹാപ്പി. എന്തായാലും ഞാൻ ഇങ്ങനെ ആക്കിനെ കൊണ്ട് വരാണ്ടിരിക്കില്ല, എന്തെങ്കിലും കാര്യം പറഞ്ഞ് വരാണ്ടിരിക്കില്ല എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ അവൾ പല്ലേക്കലും ഗുളികയിലും നല്ലൊരു ഡ്രസ്സൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മളെ ഷോർട്ടപ്പ് ഇനി അന്ന്. അപ്പോൾ ആ കുഞ്ഞി ഷോർട്ടപ്പിന് ഒരു പോക്കറ്റൊക്കെ ഉണ്ടാവും. ആ പോക്കറ്റിലൊക്കെ നമ്മൾ പിന്നെ അത് പിന്നെ പറയാം. അങ്ങനെ വൈകുന്നേരമായി അവിടേക്ക്. അങ്ങനെ വൈകുന്നേരമായി. ജിഷ കോളേജൊക്കെ വിട്ട് വന്നു. അങ്ങനെ അവൾ പിന്നെ മേലൊക്കെ കഴുകി അവർ ചായയെല്ലാം കുടിച്ച് നല്ലപോലെ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് അന്ന് എന്തെന്നില്ലാത്ത സന്തോഷമൊക്കെ മഞ്ജുവിനുണ്ടായി. അപ്പോൾ അങ്ങനെ രണ്ടുപേരും കൂടി അവൾ എഴുതാനിരുന്ന് അവൾ പറഞ്ഞു ചേച്ചി എനിക്ക് എഴുതി കൊണ്ടായിരുന്നു. അപ്പോൾ അവൾ ഞാൻ ഇപ്പോൾ വരാറുണ്ടെങ്കിൽ അകത്തേക്ക് പോയിട്ട് ബാഗിൽ നിന്ന് എന്ത് ചെയ്യും, വൈകുന്നേരം സന്ധ്യ ആയല്ലോ, പിന്നെ നമ്മൾ 4 മടക്കാക്കി വെച്ച കത്തുണ്ടല്ലോ അതെടുത്ത് അവളെ പോക്കറ്റിലിട്ടിട്ട് വന്നിരുന്ന് പിന്നെ അവൾ എഴുതാനിരുന്നു. അപ്പോൾ 7:30 കഴിഞ്ഞിട്ടോ. മറ്റാൾ വീട്ടിലെത്തിയതൊക്കെ അറിയാം, പിന്നെ വന്നിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഇവളിങ്ങനെ എഴുതുകയാണ്. രണ്ടാളും കൂടി ഓരോന്ന് പറഞ്ഞൊക്കെ ഇങ്ങനെ ചിരിച്ച് കളിച്ച് അങ്ങനെ എഴുതിയും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ വീട്ടിലേക്ക് ഹരി ആ ഉമ്മറക്കൊലയിലേക്ക് അങ്ങോട്ട് കയറിയപ്പോൾ
അവൾ അറിഞ്ഞ് വന്നിട്ടുണ്ട് കയറിയുണ്ട് എന്നൊക്കെ അറിഞ്ഞ് അവൾ എഴുതിക്കൊണ്ടേയിരുന്നു. കാണാത്ത പോലെ തന്നെ ഇരുന്ന് എഴുതിക്കൊണ്ടേയിരുന്നു. അപ്പോൾ പിന്നെ പിന്നെ ഇവളെന്ത് ചെയ്യുമെന്നറിയോ? അല്ല, ജിഷ പിന്നെ അല്ല ഇതാരാണ് കാണാത്ത പാർട്ടീനൊക്കെ കാണണ്ടല്ലോ, പനിയൊക്കെ മാറിയ ലക്ഷണമുണ്ട്, അതുകൊണ്ടായിരിക്കില്ല എങ്ങോട്ടൊക്കെ കാണുന്നത്. അപ്പോൾ അവൻ പറയും എന്തടി ഞാൻ ഇന്ന് രോഗം പിടിച്ച് കിടക്കണം എന്നാണോടി കണക്ക് എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ ജിഷ ഇരിക്കുന്ന ബെഞ്ചിൽ പോയിട്ട് ഇരിക്കും. ബെഞ്ച് എന്ന് പറഞ്ഞാൽ അന്നൊക്കെ ബെഞ്ചൊക്കെ ഉണ്ടാവും, മേശയും കസേരയും എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനെ ഒരു ഉണ്ട്, അതിലിരിക്കും. അപ്പോൾ അപ്പുറം ഇരുന്നിട്ടാണ് കസേരയിൽ ഇരുന്നിട്ടാണ് മഞ്ജു എഴുതുന്നത്. നമ്മൾ വീഡിയോ ഒക്കെ ഒരു ചാഞ്ചാട്ടുണ്ട്, ഒന്ന് കട്ടാക്കി കേട്ടെ. അപ്പോൾ പിന്നെ അവിടെ ഇരുന്ന് മഞ്ജു പുറത്ത് കസേരയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ പിന്നെ ഹരി ചോദിക്കും അല്ല പിന്നെ അമ്മയുടെ പോയി ജിഷയെന്ന് ചോദിക്കും. അപ്പോൾ ജിഷ അറിയും അമ്മയുടെ ചേച്ചി. അപ്പോൾ ഓള് പറയും അപ്പുറത്തെ വീട്ടിലേക്ക് പോയിക്കാനെന്ന്. അപ്പോൾ അവൻ പറയും എന്താ പതിവില്ലാണ്ട് ഈ സമയത്ത് അപ്പുറത്തെ വീട്ടിലൊക്കെ? അപ്പോൾ മഞ്ജു അറിയും അപ്പുറത്തെ വീട്ടുകാർ നാളെ പോവുകയാണ്, അതുകൊണ്ട് ഇനി പോയി കഴിഞ്ഞാൽ ചെറിയമ്മക്ക് കാണണം തോന്നിയാൽ പിന്നെ കാണാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് പോയതാണെന്നറിയാം. അപ്പോൾ ജിഷും ചിരിക്കും അവനും ചിരിക്കും. മഞ്ജു ഗൗരവത്തിൽ തന്നെ എഴുതിക്കൊണ്ടേ നിന്ന് ആ കാര്യം പറഞ്ഞിട്ട്. അപ്പോൾ അവൻ പറയും ജിഷ ഇത്തിരി ചൂടുവെള്ളം എടുത്തുകൊണ്ടടി, അനക്ക് ഏതായാലും ഇവിടെ പണിയില്ലല്ലോ, എൻ്റെ പണിയൊക്കെ അതാ അവിടെ ഒരാൾ ചെയ്യണുണ്ടല്ലോ. അപ്പോൾ ഓള് എണീക്കും. പറയും നല്ല ഇത്തിരി ചൂടുണ്ടായിക്കോട്ടെ കേട്ടോ പറയും. അപ്പോൾ ഓള് നല്ല ചൂട് വേണമെങ്കിൽ ചൂടാക്കേണ്ടി വരും. അപ്പോഴവൻ പറയും എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, അത് ഇച്ചിരി ചൂടാക്കിയാലും വേണ്ടി ഇത്തിരി ചൂടുള്ള വെള്ളം കൊണ്ടിട്ടാണ്. അങ്ങനെ ജിഷ എണീച്ച് ഇച്ചിരി മടിയോടെ അവൾ എണീച്ച് അകത്തേക്ക് പോയി അടുക്കളയ്ക്ക് പോയി. അപ്പോൾ ഹരി എന്ത് ചെയ്യും, മഞ്ജുവിൻ്റെ നേരേക്ക് നീങ്ങിയിരിക്കും. അപ്പോഴും ഓളിങ്ങനെ എഴുതിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. അപ്പടി എന്ത് ചെയ്യുക, ഓളിങ്ങനെ എഴുതല്ലേ. അപ്പം എന്നെ അവിടെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇങ്ങനെ എഴുതാണ് ഇങ്ങനെ എഴുതില്ല. അപ്പോൾ ഇവിടെ അങ്ങോട്ട് പിടിച്ച് വെക്കും. അപ്പോൾ ഓള് കണ്ണിരുത്തി അവനെ നോക്കും. അപ്പോൾ കണ്ണടച്ച് കാട്ടും. അപ്പോൾ ഓള് ചിരിക്കും. അപ്പോൾ അവൻ ചോദിക്കും എന്തിനാ രാവിലെ വിളിച്ചതെന്ന്. അപ്പോൾ ഓള് പറയും ഇനി എന്തിനാ വിളിച്ചത് അത് പറയും, എന്നിട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ അവൻ പറയും സൗണ്ട് ഉണ്ടാവില്ല. അപ്പോൾ അവൻ പറയും ഞാൻ നിന്നെ വിളിച്ചത് എൻ്റെ ജീവിതത്തിലേക്കാണ്, നീ എന്തിനാ വിളിച്ചതെന്ന് ചോദിക്കും. അപ്പോൾ എന്ത് ചെയ്യും, വേഗം പോക്കറ്റിൽ നിന്ന് ആ ലെറ്റർ എടുത്തിട്ട് 4 ആക്കി മടക്കിയ ലെറ്റർ എടുത്ത് അവന് കൊടുക്കും. ചെറിയ കഷ്ണം കേട്ടോ. അപ്പോൾ അവൻ വേഗം മേടിച്ചിട്ട് പോക്കറ്റിലിട്ടിട്ട് ഓളടുത്തേക്ക് ഒന്ന് നീങ്ങി നിന്നിട്ട് ചോദിക്കും, ഇങ്ങനെ നിന്നിട്ട് നിങ്ങളോട് ഞാൻ ചോദിക്കണത് ഇതിലെനിക്ക് അനുകൂലമാണോ അല്ലെങ്കിൽ എൻ്റെ പോയ സുഖേട് പിന്നെയും വരുന്നത് മറുപടി ഇട്ടാണോന്ന്. അപ്പോൾ അറിയാം അത് വായിക്കുമ്പോൾ അറിയാമെന്ന്. അപ്പോഴേക്ക് ജിഷ വരുന്ന ചടപട എന്നുള്ള ഒച്ചട്ടവടനെ രണ്ടാളും മിണ്ടാണ്ടക്കും. അങ്ങനെ ചൂടുവെള്ളമൊക്കെ പിടിച്ച് കഴിഞ്ഞ ഉടനെ അപ്പോൾ അരി പറയും ഓള് വരുന്നതിൻ്റെ മുന്നേ എന്നാൽ ഞാൻ പോയി ഇത് വായിച്ചിട്ട് വരാമെന്ന്. അപ്പോൾ അറിയും ഇനി വരണ്ടാന്ന്, വായിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട, ഇനി വരണ്ടാന്നറിയാം. അപ്പോഴൊക്കെയാണ് ജിഷൻ്റെ ഒച്ചട്ടാൽ അത് പറയാണ്ട് പിന്നെ ഒന്നും മിണ്ടാണ്ടിരിക്കും. അപ്പോൾ വെള്ളം കുടിക്കും. വെള്ളം വേണ്ടിയിട്ട് ചോദിച്ചൊന്നാവില്ല, അവൾ ഒറ്റയ്ക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ചോദിച്ചതാണ്. അപ്പോൾ പിന്നെ അവൻ പറയും എന്നാൽ ശരി ഞാൻ പോട്ടെ. അപ്പോൾ ഇവള് ജിഷയ്ക്ക് എന്താ അറിയട്ടെ അപ്പം ഇങ്ങോട്ട് കയറി വന്നിട്ടല്ലേ ഉള്ളൂ, കുറേ ആയില്ല ഇങ്ങോട്ട് വന്നിട്ട് എന്നിട്ട് പോണത്. അപ്പോൾ പറയും ഒന്നുമില്ലടി, എനിക്ക് എൻ്റെ മാലാഖേൻ്റെ കത്ത് വന്നിട്ടുണ്ട്, അതൊന്ന് വായിക്കണം, എനിക്ക് അനുകൂലമാണോ എന്താണ്, എന്നോട് പരിഭവമാണോ ഇണക്കാണോ പിണക്കാണോ എന്നുള്ള അറിയണം എന്നറിയാം. അപ്പോൾ ഞാൻ എന്തേ അറിയട്ടോ ഇപ്പം അങ്ങനെ ഒരു വാക്കുകളൊക്കെ അന്ന് പാടി പാട്ടിലുണ്ട്, ഇപ്പം ഇങ്ങനെയും പറയണേ എന്തേ ഏതെങ്കിലും മാലാഖിട്ട് പെട്ടോ എന്നൊക്കെ അവൾ ചോദിക്കും. അപ്പോൾ അവൻ ചിരിക്കും. അപ്പോഴേക്ക് ചെറിയമ്മ വരും. എൻ്റെ മോനെ പറയാം ഒന്നുമില്ല അമ്മ ഞാൻ പോവാം. എന്തേ പോണേ ഇത്ര പെട്ടെന്ന് പോണേ? ഒന്നുമില്ല, എനിക്ക് പോയിട്ട് ചില്ലറ പണികളൊക്കെ ഉണ്ട്, ഞാൻ വന്ന പാടന്നെ ഒരു കാപ്പിയൊക്കെ ഉണ്ടാക്കി അങ്ങനെ കുടിച്ച് ഇങ്ങോട്ട് വന്നതാണെന്നൊക്കെ പറയും. ഇവനിത് പോയിട്ട് വായിക്കണം എന്താണെന്ന് അറിയാതെ അവന് മിടുമിടുപ്പുണ്ട് നെഞ്ഞത്തുനിന്ന്. പിന്നെ ഓളെ പ്രവൃത്തിയിൽ അത് നല്ല കാര്യമായിരിക്കും എന്നുള്ളൊരു സന്തോഷവും അവനുണ്ട്. അങ്ങനെ ചെറിയമ്മ പറയാം എന്നാൽ ശരി പിന്നെ എന്തേ നേരം വൈകി എന്നൊക്കെ ചോദിക്കും. അപ്പോൾ പറയും എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാണ്ടേനു അവിടെ, അതുകൊണ്ടാണ് വരാൻ നേരം വൈകിയത്. പിന്നെ ഞാനിവിടെ ഒരു വീട് നോക്കുന്നുണ്ട്, അപ്പം ഇനിയിപ്പോൾ പിന്നെ അതിൻ്റെ ചുറ്റുപാടിലാണെന്നൊക്കെ അവൻ പറയും. അപ്പോൾ പിന്നെ എന്നാൽ ശരി എന്ന് പറഞ്ഞാൽ അവൻ പോകും. അങ്ങനെ അവൻ പോയി വീട്ടിൽ പോയി ലെറ്റർ വായിച്ചിട്ട് അവന് സന്തോഷം കൊണ്ട് അന്ന് ഓനും ഉറക്കം കിട്ടിയില്ല.
എങ്ങനെയെങ്കിൽ നേരം വെളുപ്പിച്ചോയ. നേരം വെളുത്തതിൻ്റെ ശേഷം ഇവ ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. പിന്നെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അന്ന് പല്ലിയേക്കാനും ഓള് വന്നില്ല. എന്തേ പല്ലിയേക്കാൻ വരാഞ്ഞെന്നറിയില്ല. പല്ലിയേക്കാൻ വരാഞ്ഞതാണോ ഇനിയിപ്പോൾ കാണാഞ്ഞതാണോ എന്ന് ഒന്നും ഓന് അറിയണില്ല. ഇതിൽ പറഞ്ഞിട്ടുമില്ല പല്ലിയേക്കാൻ. പല്ലിയേക്കണോടത്തും കണ്ടില്ല എന്നാണ് കൊടുത്തത്. അപ്പോൾ പിന്നെ അങ്ങനെ മീൻകാരനെ നോക്കിക്കുക. മീൻകാരനെ നോക്കി മീൻ മേടിക്കാൻ വരുമ്പോഴെങ്കിലും ഓളങ്ങനെ മീൻ മേടിക്കാനൊന്നും വരില്ല. ചെറിയ മീനെ മേടിച്ചോണ്ട് പോകല്. വന്നാൽ ഒന്ന് കാണാമെന്നുള്ളതിലൊക്കെ കാത്തിരിക്കുക. പോവാനൊക്കെ ഉണ്ടോ ഓന്, പോകാണ്ടോ അങ്ങനെ കാത്തിരിക്കുക. അപ്പോൾ പിന്നെ മീൻകാരൻ വന്ന് മീനൊക്കെ ഉണ്ട് ഓൻ പറഞ്ഞു മീനൊന്നും വേണ്ട പറഞ്ഞോ. മീനൊന്നും മേടിക്കില്ല. പിന്നെ ഇവർ മീനൊന്നും മേടിക്കാനും വന്നില്ല. പിന്നെ അങ്ങനെ ആ ഇടവഴിയിൽ ഇങ്ങനെ തഞ്ചി നിൽക്കുമ്പോൾ ഉണ്ടാവും പിന്നെ പുറകുനിന്ന് അങ്ങോട്ടും നോക്കി ഇങ്ങനെ നിൽക്കുമ്പോൾ ഉണ്ടാവും പുറകുനിന്ന് ഇവർ സ്റ്റെപ്പ് ഇറങ്ങിയിട്ടേക്ക് പോസ്റ്റ്മാൻ വരുന്നു. ഹരിയെ വിളിക്കണം. അപ്പോൾ എന്താ അപ്പം എന്നെ വിളിക്കണേ, എനിക്കാരാ കത്തയക്കുക, എനിക്കാരില്ലല്ലോ കത്തൊന്നും അയക്കാന്ന് അവൻ പറയും. അനക്ക് ആളൊക്കെ ഉണ്ടായിക്കോളും, ഈ കല്യാണം കഴിച്ചാണ്ട് ഇല്ലത്തൊക്കെ കൊണ്ടുപോയി നിർത്ത്. എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ടെങ്കിൽ ആ പെണ്ണുങ്ങൾ അനക്ക് കത്തയക്കും, അനക്ക് കിട്ടും, അനക്ക് കത്തയക്കാനൊക്കെ ആൾക്കാരുണ്ടാവും എന്നൊക്കെ അയാൾ തമാശ പറയും. അപ്പോൾ അവൻ പറയാം എന്തേ ഇന്നെ വിളിച്ചേ, ഇപ്പം എന്താ അപ്പം എന്നെ വിളിച്ചേ. അവൻ പറയാം അല്ല ആ മുല്ലശ്ശേരിയിലെ പിന്നെ മഞ്ജു എന്ന് പറഞ്ഞ മഞ്ജു ശർമ്മ ആരാണ് എന്നൊക്കെ. അതെന്തേ ഇപ്പോൾ ചോദിക്കാൻ. അതും ഇവളെ പിന്നെ മീനാക്ഷി അമ്മൻ്റെ ചേച്ചീൻ്റെ മോളാണ്, അവളെ അച്ഛനാണ് ബാലശർമ്മ എന്ന് പറയും. അപ്പോൾ എന്തേ അങ്ങനെ ചോദിക്കാം. അല്ല ഇപ്പോൾ അവർക്ക് പൈസ, ആ കുട്ടീൻ്റെ പേരിൽ പൈസ വന്നിനി, അത് കൊടുക്കാൻ വേണ്ടി ഞാൻ വന്നത്. അപ്പോൾ ആ കുട്ടീനെ എനിക്കറിയില്ല. അപ്പോൾ ഓരോടേന്ന് ഓരോട് ചോദിക്കണേ മോശമല്ലേ ചേച്ചി. ഞാൻ അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അയാൾ അങ്ങോട്ട് പോകും. അപ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ ഒരു സമാധാനമില്ല, എന്നോളെ കാണാതെ പോകാൻ വയ്യ എന്നുള്ള ഒരവസ്ഥയായി. അപ്പോൾ പിന്നെ വരുമ്പോൾ കുറച്ച് പലഹാരങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ എടുത്തും കണ്ടോ വിചാരിക്കും അത് ജിഷയ്ക്ക് കൊടുക്കാൻ വെച്ചിട്ട് ആ കവറിലാക്കി പോണ പോക്കിന് ടിപ്പ് ടോപ്പിൽ അങ്ങോട്ട് കയറി പിന്നെ അമ്മയെ വിളിക്കും. അപ്പോൾ അവരെ സിറ്റ് ഔട്ടിൽ ആരും ഉണ്ടാവില്ല. അപ്പോൾ ഇവള് വന്നിട്ട് എന്തേന്ന് വെച്ച് വരും. ഫോൺ ചോദിക്കും ഇതിൻ്റെ അമ്മയാണോന്ന്. അപ്പോൾ ഓളറിയും ആണെന്ന് കൂട്ടിക്കോന്ന് പറയും. അപ്പം പറയും എൻ്റെ അമ്മയാവണ്ട, എനിക്ക് വയ്യ. ഇനി സീരിയസ് ഞാൻ വായിക്കാൻ പോവാണ്. അവൾ പറയും തൽക്കാലം ആണെന്ന് കുട്ടിക്കോന്ന്, അമ്മയാണെന്ന് കുട്ടിക്കോ പറയും. അപ്പോൾ അവൻ പറയും തൽക്കാലം എൻ്റെ അമ്മയാവണ്ട. എന്നിട്ട് പതിയെ പറയും എൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മയാകാൻ ഒരുങ്ങി നിന്നോളെ. അപ്പോൾ നമുക്കിവിടെ ലെങ്ത് ബ്രേക്ക് എടുത്തിട്ട് ബാക്കി ഭാഗം നാളെ. ഓക്കെ. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുകയാണെന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും എൻ്റെ ശുഭദിനം പറഞ്ഞുകൊണ്ട് നല്ല നല്ല വീഡിയോകളായിട്ട് നമ്മൾ ഈ കഥ കഴിഞ്ഞാൽ വരുന്നതായിരിക്കും. ഇതും ഒരു നല്ല കഥയാണ്, എല്ലാവരും കാണണം, കാണാതെ ഇരിക്കരുത്. നമ്മളിൽ നിന്ന് ഉണ്ടായൊരു കഥയാണ്. അപ്പോൾ നമുക്ക് നിർത്താം. ടാറ്റാ, ലവ് യു. 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവില്ലേ, 15 മിനിറ്റ് 20 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ ശുഭദിനം പറഞ്ഞുകൊണ്ട് എല്ലാവരും എന്താണ് സുന്ദരന്മാരാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ നിർത്തുന്നു. ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ മോളെ ഫോട്ടോ ആണ് ഇടാമെന്ന് വിചാരിക്കുന്നത്. ഇന്നലെയും ഞാൻ അങ്ങനെ വിചാരിക്കുന്നുണ്ട്. പിന്നെ എനിക്കൊരു വിഷമമല്ല, മോളെ ഫോട്ടോ കാണുമ്പോൾ ചിലരിനിപ്പോൾ എൻ്റെ വീഡിയോ അല്ലാന്ന് വിചാരിച്ച് കാണാതെ പോകും. അങ്ങനെയൊന്നുമില്ല. നിൻ്റെ മോളെ അറിയാത്തവരുണ്ടാവുമല്ലോ, ബാക്കി എല്ലാവർക്കും എൻ്റെ മോളാണെന്ന് അറിയാം. പിന്നെ എൻ്റെ വീഡിയോ കണ്ടാലും എല്ലാവരും നോക്കാമല്ലോ അല്ലേ. അപ്പം ഞാൻ ശുഭദിനം പറഞ്ഞിട്ട് പോട്ടെ. ടാറ്റാ, ലവ് യു. നമ്മളെ കഥ എല്ലാവർക്കും ഇഷ്ടമാവും എന്നുള്ള ശുഭപ്രതീക്ഷയോടെ നമ്മൾ നിർത്തുന്നു കേട്ടാ. അപ്പം നമ്മളെ കിതാബ് മടക്കി. ഇത് വെടക്കാവുന്നതിൻ്റെ മുന്നേ നമ്മൾ ഈ യൂട്യൂബിൽ തന്നെ പ്രസിദ്ധീകരിച്ചാൽ പിന്നല്ല നമുക്ക് ഇത്രയും കാലം അന്ന് എഴുതിയിട്ട് ഇത്രയും കാലം കാത്തു സൂക്ഷിച്ച് നമുക്കൊരു നല്ല പ്ലാറ്റ്ഫോം കിട്ടി. എന്തിന്? നമ്മുടെ കഥ പറയാം. അതിൽ നമ്മൾ യൂട്യൂബിന് ബിഗ് സല്യൂട്ട് പറയുന്നു. ഇത് കാണുന്നവർക്കൊക്കെ എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവും
എല്ലാതും പറയുന്നു.